ഹലോ മകളെ, നമ്മുടെ ഈ ലിറ്റിൽ ഹാർട്സ് സ്കൂൾ പറവൂരിൽ കഴിഞ്ഞ ദിവസം നടത്തിയ മാത്സിന്റെ യൂണിറ്റ് ടെസ്റ്റ് 25/3/2020 നടത്തിയതിന്റെ ആൻസർ കീയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ 1, 2 രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫുൾ വീഡിയോസ്. അപ്പൊ അത് നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ട് ഈ എക്സാമിന് ചോദിച്ചിരുന്ന 4 ചാപ്റ്റർ ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ ടോപ്പിക് ആയിട്ടുണ്ടായിരുന്നത്. റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ്, അതുപോലെ തന്നെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. ആദ്യത്തെ 3 ചാപ്റ്ററും പിന്നെ ലാസ്റ്റത്തെ 14th ചാപ്റ്റർ, അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയായിരുന്നു. ഇതിനകത്ത് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. അത് ഈസി ആയിരുന്നു. അപ്പോൾ 1 മാർക്ക് ഒരു കുട്ടിക്ക് സ്കോർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ചില കുട്ടികൾക്ക് ഒരു ഡിഫിക്കൽട്ട് ലെവൽ ആയിരിക്കും, ചിലർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ആവറേജ് കുട്ടിക്ക് കിട്ടുന്ന മാർക്കാണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ ഇത് ചില കുട്ടികൾക്ക് ഈസി ആയിരിക്കും, അപ്പോൾ 1 മാർക്കിനകത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതും ചെറിയൊരു ഡിഫിക്കൽട്ട് ലെവലായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ആദ്യത്തെ 4 ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു 2 മാർക്ക് പ്രതീക്ഷിക്കാം. 2 മാർക്ക്. ഓക്കെ. പിന്നെ ചോദിച്ചിരിക്കുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് 4 എണ്ണം. ഈ 2 മാർക്ക് എല്ലാ ഇവിടെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൽ നിന്നാണ് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. അപ്പൊ എല്ലാ ചാപ്റ്ററിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇത് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കുറച്ച് എളുപ്പമാണ്, പക്ഷെ എന്നാൽ ചില കുട്ടികൾക്ക് അത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം. അതുകൊണ്ട് നമുക്കത് വിടാം. അടുത്തത് എളുപ്പമാണ്, നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേ എക്സാമ്പിൾ തന്നെ ചോദിച്ചിരിക്കണം. അപ്പൊ അതിന് ഈസി ആയിട്ട് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് എലിമിനേഷൻ മെത്തേഡ് ആണ്. അതും നമുക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. അതും ഈസി ആയിട്ട്. അപ്പൊ ഒരു 6 മാർക്ക് നമുക്ക് ഈ 2 മാർക്കിന്റെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സാറ് ഇതിന്റെ ആൻസർ കീയും പറയുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രോബബിലിറ്റിയുടെ കേസ്, ഇത് നമുക്ക് ഈസി ആയിരുന്നു. 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്ക് സ്കോർ ചെയ്യാം. ഗ്രാഫും വരയ്ക്കാൻ പറ്റും, 3 മാർക്ക് സ്കോർ ചെയ്യാം. ഇത് ചെറിയൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു 9 മാർക്ക് ആയിരിക്കും ഒരു ആവറേജ് സ്റ്റുഡൻസിന് സ്കോർ ചെയ്യാൻ പറ്റുക. എത്ര മാർക്കാണ്? 9 മാർക്ക്. 9 മാർക്ക്. ഓക്കെ, ഇനി സെക്ഷൻ ഡിയിലേക്ക് വരികയാണെങ്കിൽ ഇത് കുറച്ചൊരു ഡിഫിക്കൽറ്റി ആയിരുന്നു, പലർക്കും ആവാനാണ് സാധ്യത. അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ പ്രൂവ് ദാറ്റ്, അത് ഉറപ്പായിട്ടും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ 4 മാർക്ക് അതിന് കിട്ടും. ഇതും ചെറിയൊരു ഡിഫിക്കൽറ്റി ആയിരുന്നു, പക്ഷെ അതിനകത്ത് അതിന്റെ സീറോസ് കാണാനായിട്ട് പറ്റും. അപ്പൊ 2 മാർക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ ഇതിന്റെ സൊല്യൂഷൻ ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ ഏരിയ എല്ലാവരും ശരിയാക്കി വരില്ല. അപ്പൊ ഇതിന് 2 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 4, 2, 6, 2, 8 മാർക്ക് എന്താണ് ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 8 മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ആവറേജ് ഏതൊരു കുട്ടിക്കും എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 9, 6, 15, 16, 17, 17, 8, ഒരു 25 മാർക്ക് എന്താണ് ഈസി ആയിട്ട് എന്ന് പറയാം, 25 മാർക്സിന്. പിന്നെ നിങ്ങളുടെ കഴിവനുസരിച്ചിട്ട് ചിലർ ഓപ്ഷനൊക്കെ നോക്കി കറക്കി കുത്തിയുണ്ടാവും, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ശരിയായിരിക്കും. പക്ഷെ 25 മാർക്ക് താഴെ പോയാൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ പഠനം ശരിയായിട്ടില്ല. ഓക്കെ, എന്നാൽ 25 മാർക്കിന് മീതെ പോയാലോ, അത് നിങ്ങൾ സ്വന്തമായിട്ട് അതിനകത്ത് ആലോചിച്ച് അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ 40 മാർക്കിന്റെ ഈ പരീക്ഷയുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, സോ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, √5 - 3 - 2 ഈസ് എ റാഷണൽ നമ്പർ, എ നാച്ചുറൽ നമ്പർ, ഈക്വൽ ടു 0 ആൻഡ് റാഷണൽ നമ്പർ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷനിൽ എടുത്ത് എഴുതിയാൽ മതി. എന്നാലും √5 - 3 - 2 ഇങ്ങനെ വരുമ്പോൾ ഈ -3 - 2 കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും? -5. സോ √5 - 5 ഇത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് റാഷണൽ ആണ്, ലെറ്റ് us assume this be irrational, a/b. ഓക്കെ, അങ്ങനെയാണെങ്കിൽ √5 is equal to -5 പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ a/b + 5. സോ ദിസ് is equal to a plus ഈ b പുറത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ 5b ഡിവൈഡ് ബൈ b is equal to √5. ഇവിടെ RHS റൈറ്റ് ഹാൻഡ് സൈഡിലെല്ലാം ഇത് എയും ബിയും ഇൻഡിജേഴ്സ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? റാഷണൽ ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താവണം? റാഷണൽ ആവണം. പക്ഷെ അല്ലല്ലോ,
നമുക്കറിയാം √5 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറാഷണൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് A/B ആണ്, അതായത് ഈ ഒരു സാധനം റാഷണൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്താണ്. ഈ അസ്യൂം ചെയ്തത് തെറ്റാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്, ഇറാഷണൽ ആണ്. ഓക്കെ, അപ്പൊ 1 മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഇതിന് എടുത്ത് എഴുതിയാൽ മതി. 2 മാർക്കിന് ഇങ്ങനെ ചോദിച്ചിട്ട് ഇറാഷണൽ ആണ് തെളിയിക്കുന്ന വെച്ചാൽ ഇപ്പൊ സാറ് എഴുതിയ പോലെ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ABCD ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് -4 is the zero of the polynomial x² - x - 2 into 2k plus 2 is എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വന്നേക്കണേ, ഇതിന്റെ സീറോ, അതായത് -4 കൊടുക്കുമ്പോഴാണ് സീറോ ആവുന്നത്. അതായത് P(-4) കൊടുക്കുമ്പോൾ എന്താണ്, സീറോ. കിട്ടിയോ? ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് -4 is zero of the polynomial. അപ്പൊ ഈ പോളിനോമിയൽ എക്സിന്റെ പ്ലേസിലൊക്കെ നിങ്ങൾ എന്താണ്, -4 കൊടുക്കുമ്പോൾ ആൻസർ എന്താവും, സീറോ ആവും. എങ്കിൽ k യുടെ വില എന്താണ്? അപ്പൊ അത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. P(x) എന്താണ്, x² - x എന്താണ് 2k plus 2. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം, P(-4) ആണ്. അതിന്റെ ഉത്തരം എന്തായിരിക്കണം, 0 ആയിരിക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു -4 മൈനസ് ബ്രാക്കറ്റിനകത്ത് -4. അല്ല, എക്സിന് പകരമാണ് -4 എടുക്കുന്നത്. ബാക്കി ഇവിടെ ഉള്ള ഈ മൈനസ് ഒന്നും കളയരുത്. മൈനസ് ഈ മൈനസ് അത്തേക്ക് എടുക്കുമ്പോൾ 2k, ഈ മൈനസ് അത്തേക്ക് എടുക്കുമ്പോൾ എന്താണ്, -2 ഈക്വൽ ടു എന്ത്, നിങ്ങൾ 0 എന്ന് എഴുതാം. അപ്പൊ -4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -4 × -4 16 അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട് മക്കളെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ എന്താവും, +4. ക്ലിയർ? -2k -2 ഈക്വൽ ടു എന്താണ്, 0. അപ്പൊ ഈ 16 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 20 കിട്ടും. ഓക്കെ, 20 - 2k - 2 is equal to 0. ഇനി ഈ 20ഉം ഈ -2 കൂടി കൂട്ടാം. 20 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 18 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ വരിക, 18 - 2k is equal to 0. 18 - 2k equal to എന്താണ്, 0. ഈ -2k ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ 18 equal to 2k, 18 equal to 2k. ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കണേ, 2 താഴേക്ക് എടുക്കുക. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. 18/2 is equal to k, that is equal to 9. ഓക്കെ, അപ്പൊ 9 വരുമ്പോ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് സം ഓഫ് 2 numbers 50 and their difference is 10, then the numbers are. രണ്ട് സംഖ്യകളുടെ തുക 50 ആണ്, അവരുടെ വ്യത്യാസം ഡിഫറൻസ് 10 ആണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. 24 - 14 ഡിഫറൻസ് 10 ആണ്. സം എന്താണ്, 24ഉം 10ഉം കൂട്ടിയ 34 38. സം 50 വരില്ലല്ലോ, അപ്പൊ ഇത് ഓപ്ഷൻ അല്ല. 12 സം വരില്ല, ഇത് ഓപ്ഷൻ അല്ല. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ x+y, സം ഓഫ് ഇക്വേഷൻ എന്താണ്, 50. സം ഓഫ് 2 numbers 50. ഓക്കെ, അതിന്റെ ഡിഫറൻസ് x - y അത് എത്രയാണ്, 10. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതിൽ നിന്ന് ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ -y അപ്പുറത്തേക്ക് എടുത്താൽ 10 + y. അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്താണ്, 10 + y ആണ്. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ കൊണ്ടുവന്ന് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ എന്താവും, 10 + y ഈക്വൽ ടു 50. അതായത് 10 + 2y ഈക്വൽ ടു 50. അപ്പൊ 2y എന്തായിരിക്കും, ഈ 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. 50 - 10 ഈക്വൽ ടു 40. അപ്പോ 2y is equal to 40 ആണെങ്കിൽ y എന്തായിരിക്കും, ഇവിടെ 2 മൾട്ടിപ്പിൾ ചെയ്ത് 2 പ്രത്യേക വരുമ്പോൾ ഡിവിഷൻ ആവും. 40/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ക്ലിയർ? അപ്പൊ y 20 ആണെങ്കിൽ പിന്നെ ഉറപ്പിക്കാലോ, x എന്താവും, 30 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ 1 ആണ് എന്ത്, നമ്മുടെ ആൻസർ. ക്ലിയർ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫേസ് കാർഡ് ഓർ ബ്ലാക്ക് കാർഡ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ചീറ്റിനെ കുറിച്ച് ഒരു ധാരണ വേണം, എന്നാലും ഇത് ചെയ്യാൻ പറ്റുമോ. മൊത്തം നമുക്കറിയാം, ഒരു ഇതിനകത്ത് എത്ര ചീട്ട് ഉണ്ട്, 52 കാർഡാണുള്ളത്. ഒരു ചീട്ടിന്റെ കുത്തെടുക്കുകയാണെങ്കിൽ അതിനകത്ത് 52 കാർഡ് ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ? ഈ 52 കാർഡിന്റെ സിമ്പിൾസ് എന്ന് പറയുന്നത് ഒന്നിങ്ങനെ ഡയമണ്ട് രൂപത്തിലുള്ള സിമ്പിൾസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഹാർട്ട് രൂപത്തിലുള്ളതുണ്ട്. പിന്നെ ഇങ്ങനെ രൂപത്തിലുള്ളതുണ്ട്. പിന്നെ അത് വേറൊരു രൂപത്തിലുണ്ടല്ലോ. പിന്നെ വേറെ രൂപത്തിലും കൂടി ഉണ്ട്, ഇങ്ങനെയല്ല, ഇങ്ങനെ രൂപത്തിലുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് 2 റെഡ് ആണ്. ഇത് 2 റെഡ് കളറാണ്, ഇത് 2 എന്താണ്, ബ്ലാക്ക് കളറാണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ കാർഡായിരിക്കും.
ഇതിനെയാണ് നമ്മൾ ഏസ് എന്ന് പറയുന്നത്. പിന്നെ 2 മുതൽ 10 വരെ നമ്പേഴ്സ് ഉണ്ടാവും എല്ലാവർക്കും, 2 മുതൽ 10 വരെ. ഓക്കെ, ലാസ്റ്റ് ജെ ക്യു കെ, ജെ ക്യു കെ, ജെ ക്യു കെ, ജെ ക്യു കെ. ഇങ്ങനെ ഇപ്പൊ റെഡ് കളറിൽ ജെ ക്യു കെ, ഇത് ഈ സിമ്പലിൽ റെഡ് കളറിൽ 3 ഇതുണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫേസ് കാർഡ് എന്ന് പറയുന്നത്. എന്താണ് ഫേസ് കാർഡ്? ഇപ്പൊ ഫേസ് കാർഡ് എത്ര ഉണ്ട്? ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3 4 × 3 ടോട്ടൽ ഫേസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ ഫേസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫേസ് കാർഡ് ഓർ ബ്ലാക്ക് കാർഡ്. 2 ചോദിച്ചിട്ടുണ്ട്, ഫേസ് കാർഡ് ഓർ ബ്ലാക്ക് കാർഡ്. മനസ്സിലായോ? ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫേസ് കാർഡ് ഓർ ബ്ലാക്ക് കാർഡ് എന്ന് പറയും. ബ്ലാക്ക് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിമ്പിൾ ആയിട്ട് ടോട്ടലി 13 + 13 26 ബ്ലാക്ക് കാർഡ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇതിനകത്ത് എത്ര ഫേസ് കാർഡ് ഉണ്ട്? 3 കാർഡ്. ഈ സിമ്പിളിൽ എത്ര ഫേസ് കാർഡ്? 3 കാർഡ്. അപ്പൊ 6 ഫേസ് കാർഡ് ഉണ്ട്. ടോട്ടൽ എത്ര കാർഡ് ഉണ്ട്? 6 + 6 12 32 കാർഡാണ് നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 32 കാർഡ് ഉണ്ട്. അതായത് 13 ബ്ലാക്ക് ടോട്ടൽ 26 ബ്ലാക്ക് കാർഡ്. പിന്നെ ഒരു ബ്ലാക്ക് കാർഡിൽ 3 ഫേസ് കാർഡ്, അങ്ങനെ 2 ബ്ലാക്ക് കാർഡും കൂടി ആകുമ്പോൾ 6 ഫേസ് കാർഡ്, ടോട്ടൽ 32 കാർഡ് ഉണ്ട്. മനസ്സിലായോ? യെസ്. അപ്പോ പ്രോബിലിറ്റി ആണെന്ന് ചോദിക്കുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ദിസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിവിടെ എഴുതും ഉള്ളിലോട്ട്. സീക്വൽ ടു എന്താണ്? ടോട്ടൽ എത്ര കാർഡ് ഉണ്ട്? ഇപ്പൊ നമ്മൾ വേണ്ടത് 32. ഓക്കെ, ഒരു ചീട്ടിനകത്ത് ടോട്ടൽ എത്ര കാർഡ് ഉണ്ട്? 52 കാർഡ് ഉണ്ട്. സോ 32 ഡിവൈഡ് ബൈ 52. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? യെസ്. അപ്പൊ ഇതിനെ നമ്മൾ വെട്ടി ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഓപ്ഷനിലേക്ക് വരുമോ നോക്കാം. നമുക്ക് 32 എന്ന് പറഞ്ഞാൽ 4 32. ഓക്കെ, 52 എന്ന് പറഞ്ഞാല് എത്ര 4ആണ്? 52 എന്ന് പറഞ്ഞാൽ 52നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 4 4 12 3 4 12. ഓക്കെ, സോ 13 × 4 ആണ് 52 എന്ന് പറയുന്നത്. സോ 4 4 ഗെറ്റ് ക്യാൻസൽ. ദ ഫൈനൽ ആൻസർ 8/30. സോ ദ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, യെസ്. 5ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. 5ാമത്തെ ഇനി മുതൽ നമ്മൾ സെക്ഷൻ ബി ആണ്, അതായത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് 5ാമത്തേൽ വരുന്നത്. അപ്പൊ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ എ കാർട്ടൂൺ കൺസിസ്റ്റ് ഓഫ് 100 ഷർട്ട്. അപ്പൊ ഒരു പെട്ടിക്കകത്ത് 100 ഷർട്ട് ഉണ്ട്. ഓഫ് വിച്ച് 88 ആർ ഗുഡ്. അതിനകത്ത് ഗുഡ് ഷർട്ട്, നല്ല ഷർട്ടുകൾ എന്ന് പറയുന്നത് 88 ആണ്. 8 ഹാവ് മൈനർ ഡിഫക്ട്സ്, ചെറിയ സ്മോൾ ഡിഫക്ട്സ്, ചെറിയ ഡിഫക്റ്റ് ഉള്ളത് 8 എണ്ണം. ആൻഡ് 4 ഹാവ് മേജർ ഡിഫക്ട്, അതായത് ലാർജ് ഡിഫക്ട്സ്, അതായത് നന്നായിട്ട് മോശമായിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ക്ലിയർ? യെസ്. ജിമ്മി എ ട്രേഡർ, ജിമ്മി എന്ന് പറഞ്ഞ ഒരാള് വിൽ ഓൺലി അക്സെപ്റ്റ് ദ ഷർട്ട്സ് വിച്ച് ആർ ഗുഡ്. ഗുഡ് മാത്രം ജിമ്മിക്ക് മതി. അപ്പൊ ഇത്ര ആളാണ് ജിമ്മി എടുക്കുള്ളൂ. ജിമ്മിയുടെ ഷർട്ട് കിട്ടി. ഓക്കെ, ബട്ട് സുജാത അനദർ ട്രേഡർ വിൽ ഓൺലി റിജക്ട് ദ ഷർട്ട് വിച്ച് ഹാവ് മേജർ ഡിഫക്ട്. സുജാത എന്ത് ചെയ്യില്ല? ഈ മേജർ ഡിഫക്റ്റ് ഉള്ളത് എടുക്കൂല, ബാക്കിയുള്ള എല്ലാം എടുക്കും. അപ്പൊ സുജാത എത്ര എടുക്കും? സുജാത എത്ര എടുക്കും? 88. ഗുഡും എടുക്കും, ചെറിയ ഡിഫക്റ്റ് ഉള്ളത് എടുക്കും. അതായത് 96 എണ്ണം ആരെടുക്കും? സുജാത എടുക്കും. ദെൻ ഇവർക്ക് ഓരോരുത്തരുടെയും പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 100. വെരി ഈസിയാണ് അതിനകത്ത്, അല്ലെ? എന്ത് ചെയ്താൽ മതി? നമ്മൾ ഒരു പേര് കൊടുക്കാം ആദ്യം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ജിമ്മി. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സുജാത. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, ഷോർട്ട് ആക്കി എഴുതണം. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എ കിട്ടാനുള്ള സാധ്യത. ജിമ്മി എത്ര എന്ന് പറഞ്ഞത്? 88. എത്രയില്? 100. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ജിമ്മി കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാല് 88 ബൈ എന്താണ്? 100 ആണ്. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 44/50. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 22/25. ക്ലിയർ? യെസ്. ഇനി സുജാതയുടെ പ്രോബിലിറ്റി ഓഫ് ബി ചെയ്യാം. എന്ന് പറഞ്ഞാൽ സുജാതക്ക് എന്താണ്? ഈ 4 എണ്ണം വേണ്ട, പക്ഷെ 88 ഗുഡ് ആയിട്ടുള്ളതും ചെറിയ തകരാറുള്ളതും സുജാത എടുക്കും. അപ്പൊ 96 എണ്ണം ഡിവൈഡ് ബൈ 100. 2 കൊണ്ട് വെട്ടി ഹരിക്കുക. അപ്പൊ നമുക്ക് 48 ഡിവൈഡ് ബൈ 50. 2 കൊണ്ട് വെട്ടി ഹരിക്കുക. ഇതാണ് 24/25. സോ ദിസ് ഈസ് ദ ആൻസർ. അങ്ങനെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 6ാമത്തെ ഫൈൻഡ് HC ഓഫ് 96 and 404 ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഹെൻസ് ഫൈൻഡ് LGM എന്നാണ് വെച്ചത്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് ഇത് ആക്ച്വലി. പിന്നെ അതുപോലെ ബോർഡ് 2018 ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട്
കാണുന്നുണ്ട്. നമ്മൾ നമ്മുടെ വീഡിയോസിൽ സാറ് നിങ്ങളിത് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ LCM HCF എന്താണ് കണ്ടുപിടിക്കുക. ആദ്യം HCF കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് LCM കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ചോദിച്ചേക്കണം. മനസ്സിലായോ? അല്ലാണ്ട് LCM സാധാരണ ആവുന്ന പോലെ ചെയ്യാനല്ല ചോദിച്ചേക്കണം. അപ്പൊ നമുക്ക് ആദ്യം 96നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 96 രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 4 8 രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 രണ്ടും ഡിവൈഡ് ചെയ്യാം 3. ഓക്കെ, അപ്പൊ 2 പ്രാവശ്യം വന്നിട്ട് 1 2 3 4 5 പ്രാവശ്യം വരുന്നുണ്ട്. 2 5 പ്രാവശ്യം, 3 ഒരു തവണ. ഓക്കെ, ഇനി 404 404. 404ന് നമുക്ക് ആദ്യം തന്നെ ഈ 404 നമുക്ക് എന്താണ് 4 ഇൻറ്റു 101 അങ്ങനെ ആക്കാൻ പറ്റും. 4നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 സ്ക്വയർ ആക്കാൻ പറ്റും. 101 എന്ന് പറഞ്ഞ പ്രൈം നമ്പർ ആണ്. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 101. എന്നിട്ട് HCF എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ടിലും കോമൺ ആയിട്ട് 2ആണ്. എന്നിട്ട് ഏറ്റവും ചെറിയ പവർ ഉള്ളത് എഴുതാം. 2 സ്ക്വയർ. അപ്പൊ എന്താണ് ആൻസർ? 4. കിട്ടിയല്ലോ. അപ്പൊ HCF 4 കിട്ടി. ക്ലിയർ? രണ്ട് നമ്പർ ഏതൊക്കെയാണ്? 96ഉം 404. ഓക്കെ, അങ്ങനെയാണ് ഈ LCM കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമ്പർ A ഇൻറ്റു B ഇസ് ഈക്വൽ ടു LCM ഇൻറ്റു എന്താണ് HCF. രണ്ട് നമ്പർ നമുക്ക് അറിയാമെങ്കിൽ രണ്ട് നമ്പർ തമ്മിൽ ഗുണിക്കുന്നത് അവരുടെ LCM HCF തമ്മിൽ ഗുണിക്കുന്നതായിരിക്കും. ഇത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട്. മനസ്സിലായി? അല്ലാതെ LCM കാണാൻ പറ്റും. അപ്പൊ രണ്ട് നമ്പറുകൾ ഇപ്പൊ തന്നിരിക്കുന്ന രണ്ട് നമ്പറുകൾ എന്ന് പറഞ്ഞാൽ 96 ഇൻറ്റു 404 ഇസ് ഈക്വൽ ടു അതിന്റെ LCM ഇൻറ്റു HCF. HCF 4ആണ്. അപ്പൊ LCM കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പൊ ഡിവിഷൻ വരും. ഇപ്പൊ 96 ഇൻറ്റു 404 ഡിവൈഡ് ബൈ എത്രയാണ്? 4. 4 ഇവിടെ വെട്ടി കഴിയുമ്പോൾ എത്ര കിട്ടും? 101 കിട്ടും. അപ്പൊ 96 ഇൻറ്റു 101 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും 101 ഇൻറ്റു 96. ഒരാറ് 6 6 0 0 ഒരാറ് 6 9 9 0 0 9 9. സോ 6 9 6 9 96. ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ് എന്നാണ് ചോദ്യം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന എക്സസൈസ് ആണ് മക്കളെ. മനസ്സിലായോ? അതായത് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ 2 ആണ് ഈ കിടക്കുന്നത്. നമ്മൾ നമ്മുടെ വീഡിയോന്റെ പാർട്ട് 2ൽ ഇത് ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പാർട്ട് 2 കണ്ട് നിങ്ങൾക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എന്നാൽ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ P of x എന്ന് പറഞ്ഞെടുത്ത് എഴുതാൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10. നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, ആ 1ഉം ലാസ്റ്റ് കിടക്കുന്ന സംഖ്യ 10 കൂടി മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടി 10 കിട്ടി. സെന്ററിൽ കിടക്കുന്ന പ്ലസ് 7 അതെന്താണ്? ഇവിടെ എടുത്ത് എഴുതുക പ്ലസ് 7, അത് സം ആണ്. ഓക്കെ ഓക്കെ, ഇതെന്താണ്? പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പാർട്ട് 2ൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോന്റെ താഴെ പാർട്ട് 2 ലിങ്ക് കൊടുത്ത് നിങ്ങൾ അത് കാണുക. ഓക്കെ, നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇതിനകത്ത് രണ്ട് സംഖ്യകളാണ് ആലോചിക്കുന്നത്. അത് തമ്മിൽ കൂട്ടുമ്പോൾ 7 കിട്ടണം, ഗുണിക്കുമ്പോൾ എത്ര കിട്ടണം? 10 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ 5ഉം 2ഉം. 5ഉം 2ഉം ഗുണിക്കുമ്പോൾ 10 കിട്ടും, 5ഉം 2ഉം കൂട്ടുമ്പോൾ 7 കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അങ്ങനെ മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് സാർ ഈ 7x എങ്ങനെയാക്കും? 5x എന്നും 2x നോക്കണം. 5x പ്ലസ് 2x. ഓക്കെ, ദെൻ ബാക്കിയുള്ളത് അവിടെ എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. ബാക്കി ഇവിടെ ഉള്ളത് എന്താണ്? 10. ദെൻ ഇതിനെ ഒന്ന് ബ്രാക്കറ്റ് ചെയ്യാം. ഇതിന് കോമൺ ആയിട്ടുള്ളത് എടുക്കും. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പൊ എക്സ് കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ ഒരു എക്സ് വരും, പ്ലസ് ഇവിടെ എന്താണ്? ഒരു 5 വരും. എന്താണോ ഇവിടെ എഴുതുന്നത് അത് തന്നെ ഇവിടെ എഴുതും. ഓക്കെ, യെസ്. ദെൻ പുറത്ത് ഇവിടെ എന്തൊരു 2 ഉണ്ട്, അപ്പൊ 2 ഇടാം. അപ്പൊ 2 ഇൻറ്റു എക്സ് 2x 2 ഇൻറ്റു 5. ഇത് ഡീറ്റെയിൽ ആയിട്ട് സാർ പാർട്ട് 2ൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഈ കോമൺ ആയിട്ട് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഒരാളെ ഫാക്ടർ ആയിട്ട് എടുത്ത് എഴുതണം. അതായത് എക്സ് പ്ലസ് 5. ബ്രാക്കറ്റിന്റെ പുറത്ത് കിടക്കുന്ന ഒരാൾ എടുത്ത് എഴുതണം. അതെന്താണ്? എക്സ് പ്ലസ് 2. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ഈ പ്ലസ് 5 ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ -5. ഇതാണ് ഒരു ഉത്തരം. ഓക്കെ, അടുത്തത് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് 2 അപ്പുറം ചെന്നാൽ -2. ഇതാണ് സെക്കൻഡ് ഉത്തരം. എന്നിട്ട് ആദ്യത്തെ ആളെ നിങ്ങൾ ആൽഫ എന്ന് പറയാം. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ ടു -5ഉം രണ്ടാമത്തെ ആളെ നിങ്ങൾ എന്താണ്? ബീറ്റ എന്ന് എടുക്കുക. അപ്പൊ ബീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? -2 ആവും. ക്ലിയർ? ഈ നമ്മൾ ചോദിക്കുന്നത് വെരിഫൈ ദ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു -b/a ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആദ്യം തന്നെ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു സാർ. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10. ഇതിനകത്ത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിന്റെ ഇപ്പുറത്തുള്ള സംഖ്യ അത് 1 ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിന്റെ ഇവിടെ ഉള്ള സംഖ്യ അത് 7 ആണ്. സി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സംഖ്യ
അത് എത്രയാണ്? 10 ആണ്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ ആയിരിക്കണം. സോ മൈനസ് ബി ഏതാണ് ഇവിടെ? 7 ബൈ എ എത്രയാണ്? 1 സീക്വൽ ടു -7 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് കൂട്ടി നോക്കാം. നമ്മുടെ ആൽഫ എന്താണ്? -5. ഓക്കെ, പ്ലസ് നമ്മുടെ ബീറ്റ എന്താണ്? -2. രണ്ട് പ്ലസ് മൈനസ് വരുമ്പോൾ അത് മൈനസ് ആവും. സോ -5 -2 സീക്വൽ ടു -7. അപ്പൊ ഇത് രണ്ട് സെയിം ആയില്ലേ? സോ വെരിഫൈ ചെയ്തു. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ സി ബൈ എ ആണ്. സി എന്ന് പറഞ്ഞാൽ 10 ആണ്, എ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദിസ് ബിക്കം 10 ബൈ 1 സീക്വൽ ടു 10. ക്ലിയർ? യെസ്. അപ്പോ ആൽഫ ഇൻറ്റു ബീറ്റ 10 കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് ഗുണിച്ച് നോക്കാം. -5 ഇൻറ്റു -2 യെസ് 10. അപ്പൊ അത് രണ്ടും വെരിഫൈ ചെയ്തു. സോ ദാറ്റ്സ് ഓൾ. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ യൂസ് എലിമിനേഷൻ മെത്തേഡ് ടു ഫൈൻഡ് ഓൾ പോസിബിൾ സൊല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷന്റെ എല്ലാ എന്താണ് ഇക്വേഷന്റെ ഉത്തരം കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം സാറ്. 2x പ്ലസ് 3y ഈക്വൽ ടു 10 ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 7x പ്ലസ് y ഈക്വൽ ടു 16 ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു ടേമിനെ ഈക്വൽ ആക്കണം. അപ്പൊ ഇവിടെ y തമ്മിൽ ഈക്വൽ ആക്കാനായിട്ട് ഒരു 3 വന്നാൽ മതി. ഇവിടെ കണ്ടോ? അപ്പൊ ഞാൻ ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ മാത്രം എന്താവും? 3 ഇൻറ്റു 7 21x. ഓക്കെ, പ്ലസ് 3 ഇൻറ്റു y 3y 3y സീക്വൽ ടു 3 ഇൻറ്റു 16 30 3 18 48 ആവും. സോ ഇക്വേഷൻ 2നെ ഞാൻ എന്താണ്? ഇക്വേഷൻ 3 ആക്കി. ക്ലിയർ? ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനും ഇക്വേഷൻ 3യും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഇക്വേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ ആദ്യം ഞാൻ വലിയ ഇക്വേഷൻ എഴുതാം. അപ്പൊ ഇത് ഇവിടെ തന്നെ എഴുതുകയാണ്. എന്നിട്ട് ചെറിയ ഇക്വേഷൻ ചെറുത് ഇതിന്റെ താഴെ എഴുതണം. 2x പ്ലസ് 3y ഈക്വൽ ടു എന്താണ്? 10. എന്നിട്ട് താഴെ വരയിടാം. ഇതിന് ഇത് കുറച്ച് കഴിഞ്ഞ് ഇത് 0 ആയി പോകും. അപ്പൊ 21 2x പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 19x. ഓക്കെ, 48 10 പോയി എത്ര കിട്ടും? 38. 19x 38 ആണെങ്കിൽ x എന്തായിരിക്കും? x is equal to 38/19. സോ x is equal to എന്താണ്? 2. അപ്പൊ എക്സിന്റെ വില നിങ്ങൾക്ക് കിട്ടി, 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ? ഫസ്റ്റത്തെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വില കണ്ടെത്താം. അപ്പൊ ഇവിടെ എക്സിന്റെ വില 2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 2 ഇത് എന്തായി മാറും? 4 ആവും. അപ്പൊ 4 പ്ലസ് 3y is equal to 10. ഓക്കെ, ഈ 4 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ -4 ആവും. അപ്പൊ 3y is equal to 10 minus 4. 3y is equal to 6. y is equal to ഈ 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവും. 6/3. സോ y is equal to 2. അപ്പൊ x in 2 y in 2 ഇതാണ് എന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ? സൊല്യൂഷൻ എന്താണ്? x 2 y എന്താണ്? 2. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 dice on blue and 1 gray are thrown at the same time. Write down all the possible outcomes. What is the probability that the sum of the two numbers appearing on the top of the dice is 8, 13, less than or equal to 12? അതായത് രണ്ട് ഡൈ നിങ്ങൾ എറിയണം. ഡൈ കണ്ടിട്ടില്ലേ? നമ്മള് പമ്പും കോണിയും കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഡൈ. ഓക്കെ, ഇങ്ങനെ ഡൈ ഒരു ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ടാവും അതിനകത്ത് അല്ലെ? അങ്ങനെയുള്ള രണ്ട് ഡൈ നിങ്ങൾ എറിയുമ്പോഴുള്ള സാമ്പിൾ സ്പേസ്, ഇപ്പൊ അത് നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. രണ്ട് ഡൈ എറിയുമ്പോൾ ഒരു ഡൈ ഫസ്റ്റ് ഡൈയിൽ നിന്ന് എന്താണ് 1 വീണ, സെക്കൻഡ് ഡൈയിൽ നിന്ന് 1. ഓക്കെ, അപ്പൊ 1 1 വരാം, 1 2 വരാം. ഓക്കെ, 1 3 1 4 1 5 ദെൻ 1 6 അങ്ങനെ വരാം. അടുത്തത് 2 1 എല്ലാം എഴുതണം. ഓക്കെ, 2 2 പിന്നെ 2 3 2 4 2 5 2 6. ഓക്കെ, 2 6. അടുത്തത് 3 1 എല്ലാം എഴുതിയാലും കുഴപ്പമില്ല. പാറ്റേൺ വരും, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 3 3 പിന്നെ 3 4 3 5 3 6. അതായത് ഫസ്റ്റ് ഡേയിൽ 3 വീഴുമ്പോൾ സെക്കൻഡ് ഡേയിൽ 1, ഫസ്റ്റ് ഡേയിൽ 3 വീഴുമ്പോൾ സെക്കൻഡ് ഡേയിൽ എന്ത് വീഴാം? 2 വീഴാം. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഡേയിൽ 4 വീണാൽ സെക്കൻഡ് ഡേയിൽ 1 വീഴാം. 4 1 4 2 4 3 4 4 4 5 4 6. ഓക്കെ, അടുത്തത് 5 1 5 2 5 3 5 4 5 5 5 6. ഓക്കെ, ദെൻ അടുത്തത് 6 1 6 2 6 3 6 4. ഓക്കെ, 6 5 6 6. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേറൊരു മഷി എടുക്കാം. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സം 8 ആണ്.
എട്ടാണെങ്കിൽ ആദ്യത്തെ ഒരാൾ പോലും എന്ത് ചെയ്യുന്നില്ല, എട്ടാവുന്നില്ല. ആദ്യത്തേല് ഒരാൾ പോലും എന്താണ്, എട്ടാവുന്നില്ല. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ 6 2 കൂട്ടിയാൽ 8, ഒരെണ്ണം കിട്ടി. കണ്ടോ? അപ്പൊ ഒരു പാറ്റേൺ ഉണ്ട്, 3 5 കൂട്ടി 8. ഇങ്ങനെ പോയാൽ മതി. 4 4 കൂട്ടി 8, 5 3 കൂട്ടി 8. ഓക്കെ, 6 2 കൂട്ടി 8. ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ഇങ്ങനെ വരും. നിങ്ങൾ കൃത്യമായിട്ടാണ് എഴുതിയത്. അപ്പൊ എത്ര എണ്ണം വരുന്നുണ്ട്? 5 എണ്ണം വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 5 ടോട്ടൽ എത്ര ഉണ്ടാവും? 6 ഒരെണ്ണത്തിൽ 6 6 36 ഉണ്ടാവും സാമ്പിൾ ചോയ്സ്. എഴുതിയിരിക്കും 36 ഉണ്ട്. അപ്പൊ 5/36 ആണ് ഫസ്റ്റത്തെ ആൻസർ. ക്ലിയർ? അടുത്തത് 13 തന്നെ. നമുക്കറിയാം ഏറ്റവും വലുത് എന്ന് പറയുന്നത് 6 6 ആണ്. 12 വരുള്ളൂ. അപ്പൊ 13 വരില്ല. അപ്പൊ അതിന്റെ ഉത്തരം 0 ആണ്. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, 12 12 താഴെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം വരും. അപ്പൊ എന്ത് ചെയ്യണം? 36/36 ദാറ്റ്സ് ഓൾ. ഓക്കെ, യെസ്. അടുത്തത് ചെക്ക് വെദർ 6 n ക്യാൻ എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ n. അപ്പൊ നിങ്ങൾ ഇവിടെ പറയുന്നത് വേർഡ്സിൽ എഴുതിയാണ് നിങ്ങൾ ഇതിന്റെ ഉത്തരം പറയേണ്ടത്. അതായത് നമ്മുടെ ചോദ്യത്തില് 6n. ഓക്കെ, ഇവിടെ എന്നിന്റെ വില എന്തെങ്കിലും കൊടുത്താൽ ഇതിന്റെ ഉത്തരത്തിൽ 0 ആൻസർ വരും. സപ്പോസ് ഒരു 520 ഇങ്ങനെയൊക്കെ വരുമെന്നാണ് ചോദ്യം. അപ്പൊ വരില്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു വേർഡ്സിൽ എഴുതി വെക്കണം. സാർ എഴുതുന്നില്ല, പറയുന്നത് കേൾക്കാം. ഇഫ് ദ നമ്പർ 6n ഫോർ എനി n വേർ ടു എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0 വരണമെങ്കിൽ എന്താണ്, ഇറ്റ് വുഡ് ബി ഡിവിസിബിൾ ബൈ ബോത്ത് 5 and 2. 5 അല്ലെങ്കിൽ 2 വെച്ച് ഡിവൈഡ്, 5ഉം 2ഉം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ മാത്രമാണ് അവസാനം എന്ത് വരുള്ളൂ, 0 വരുള്ളൂ. 10ന്റെ ഫാക്ടറൈസ് എന്ന് പറഞ്ഞാൽ 5 × 2 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 6n ഒന്ന് എടുത്ത് എഴുതി നോക്കുക. അങ്ങനെ എഴുതി കാണിക്കുക. 6n is equal to 2 × 3n. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n വരാം, 3n. ബട്ട് ദർ ഈസ് നോ 5. 5 ഇതിനകത്ത് എന്തായിട്ട് വരുന്നില്ല, ഒരു ഫാക്ടർ ആയിട്ട് വരുന്നില്ല, പ്രൈം ഫാക്ടർ ആയിട്ട് വരുന്നില്ല. ദെർഫോർ വി കനോട്ട് റൈറ്റ് എന്താണ്, വി കനോട്ട് ഗെറ്റ് ഡിജിറ്റ് വിത്ത് 0 ആസ് ലാസ്റ്റ് ഡിജിറ്റ് ഫോർ എനി വാല്യൂ ഓഫ് n ഇൻ ദിസ് 6n എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ അവിടെ ഏത് തിയറി ആണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ബൈ ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് എന്താണ്, അരിത്തമാറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതണം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സാറ് നിങ്ങളുടെ വീഡിയോയിൽ, മുന്നത്തെ വീഡിയോയിൽ അതിന് എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് കാണുക നിങ്ങൾ. ഓക്കെ, അടുത്തത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് y is equal to x cube. y is equal to x ക്യൂബിന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറയാ. അപ്പൊ y is equal to x ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാലോ, ആദ്യം നമ്മൾ ടേബിൾ ഇങ്ങനെ വരയ്ക്കണം അല്ലെ. അപ്പൊ ടേബിൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എക്സ് വൈ. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആദ്യം 0 കൊടുക്കുകയാണ്, 0 എന്ന് വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ എക്സിന് 0 എന്ന് കൊടുത്താൽ y is equal to 0 ക്യൂബ് എന്താണ്, 0 കിട്ടും. വൈയുടെ വില എന്താണ്, 0 തന്നെ കിട്ടും. കിട്ടിയോ? ഇനി എക്സിന് ഞാനിവിടെ 1 എന്ന് കൊടുത്തു. വൈയുടെ വില 1 തന്നെ കിട്ടും. 1 ക്യൂബ് 1 ആണ്. എക്സിന് 2 എന്ന് കൊടുത്താൽ വൈയുടെ വില എന്താണ്, 2 ക്യൂബ് 8 കിട്ടും. ഇനി ഇവിടെ ഒരു വാല്യൂ, പുറകേറ്റൊരു വാല്യൂ കിട്ടും, -1. അപ്പൊ -1 കിട്ടും. -2 കൊടുത്തു കഴിഞ്ഞാലോ -8 കിട്ടും. ഇത്രയും മതി. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമുക്ക് ഗ്രാഫ് ഒന്നും ഇല്ല ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലം നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ ഭംഗിയാക്കി വരച്ചോളാം. അതുപോലെ നല്ല വളഞ്ഞൊന്നല്ല ഇരിക്കുക. അത് നേരെ 1 2 3 എന്താണ് 4. എക്സിൽ മാക്സിമം പോയേക്കാൻ 2 ആണ്. അപ്പൊ അത് ഇവിടെ ഇങ്ങനെ ഇത്രയും മതി. 1 2 3 മൈനസ്. ഓക്കെ, മുകളിൽ 8 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഭംഗിയാക്കി വരയ്ക്കാം കേട്ടോ. 1 2 3 4 5 6 7 എന്താണ് 8 ഉണ്ടോ? ക്ലിയർ? താഴേക്ക് 8 പോയിട്ടുണ്ട്. അപ്പോ 1 2 3 മൈനസ് ആണൊക്കെ 5 -6 -7 -8. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റത്തെ ഈ പോയിന്റ് -2 -8 ആണ്. അപ്പൊ -2 ഇവിടെ നിന്ന് -8, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, -2 -8. ഓക്കെ, അടുത്തത് -1 -1. അപ്പൊ ഇതും ഇവിടെ നിന്നുള്ള -1 കൂടി എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അടുത്തത് 0 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു മാർക്ക് ഇങ്ങനെ വന്നിട്ട് 0 വരും. ഉണ്ടോ? ഇങ്ങനെയാണ് ഈ ഗ്രാഫ് വരാം. ഇത്ര. ഇനി അടുത്തത് 1 1 ആണ്. 1 1 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് ഇവിടെ. ഓക്കെ, ദിസ് ഈസ് 1 1. ഓക്കെ, അടുത്ത 2 8. 2 എന്ന് പോയിട്ട് ഇവിടെ 8 ഏറ്റവും മുകളിലാണ്, ടോപ്പിൽ വരാം. ഉണ്ടോ? 2 8. അപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട്. ഓക്കെ, ഇതാണ് ഗ്രാഫ്. അപ്പൊ അതായത് ഗ്രാഫ് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഉണ്ടോ? ക്ലിയർ? ദിസ് ഈസ് ദ എക്സ് ക്യൂബ്.
അടുത്തത് the sum of the digits of a two-digit number is 9. Also 9 times this number is twice the number obtained by reversing the order of the digit. Find the number. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളിൽ കിടപ്പുണ്ട്. അപ്പൊ ആ എക്സാമ്പിളിൽ നോക്കിയ കുട്ടിക്ക് ഇത് എളുപ്പമായിരിക്കും, അല്ലാത്തവരെ സംബന്ധിച്ച് ചെറിയൊരു ഡിഫിക്കൽട്ടീസ് വരും. ബട്ട് എന്താണ് ആ എക്സാമ്പിള് നിങ്ങൾ ഒന്ന് നോക്കുക. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ അതിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കേസ് സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് ടു ഡിജിറ്റ് നമ്പർ ഇസ് 9. അപ്പൊ ഒരു ടു ഡിജിറ്റ് നമ്പർ എക്സ് വൈ ആണ് വിവരിക്കുക. അതിന്റെ സമ്മ് 9 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ എന്താണ് 9. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് ആൾസോ 9 ടൈംസ് ദിസ് നമ്പർ ഈസ് ടോയ്സ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ബൈ റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ദ ഡിജിറ്റ്. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ചില കുട്ടികളെ സംബന്ധിച്ച് മനസ്സിലാക്കാനായിട്ട്. എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടു ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ സപ്പോസ് 26 എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ എഴുതണത് 2 × 10 + 6. അപ്പൊ എക്സ് വൈ എങ്ങനെ എഴുതും? എക്സ് × 10 + y അല്ലെ? അപ്പൊ 10x + y ആണ് നമ്മുടെ നമ്പർ എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ നമ്പർ. ക്ലിയർ? എന്നിട്ട് പറയണത് 9 ടൈംസ് ദിസ് നമ്പർ എന്ന് പറയുമ്പോൾ ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു ടോയ്സ് 2 × നമ്പർ ഒബ്റ്റൈൻഡ് ബൈ റിവേഴ്സിന്റെ ഓർഡർ. ഇത് ഓർഡർ റിവേഴ്സ് ചെയ്യണം. അപ്പൊ എന്താണ് 10y + x. ഓക്കെ, ഈ നമ്പറിന് 9 കൊണ്ട് ഗുണിക്കുന്നത് എന്തിന് ഈക്വൽ ആണ്? 2 × ഈ നമ്പർ തിരിച്ചിട്ടത്. ഓക്കെ, ക്ലിയർ? യെസ്. ഇത് എന്ത് ചെയ്യണം? നിങ്ങൾ സോൾവ് ചെയ്തെടുക്കണം. അപ്പൊ നോക്കോ 9 × 10 എന്ന് പറയുന്നത് 90x 90x പ്ലസ് 9 × y 9y 2 × 10 20y പ്ലസ് 2 × x 2x. ഓക്കെ, അപ്പൊ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാ, 9y അപ്പുറത്തേക്ക് കൊണ്ടുവരാം. വളരെ ഈസി. അപ്പൊ 90 - x - 2x ഇസ് ഈക്വൽ ടു 20y - 9y. ഓക്കെ, അപ്പൊ ഇവിടെ 88x കിട്ടും ഈക്വൽ ടു 11y. ക്ലിയർ ആണോ? യെസ്. അപ്പോ 88x ഈക്വൽ ടു 11y. രണ്ട് സൈഡ് 88 ഡിവൈഡ് ചെയ്യാം, അപ്പൊ ഒന്ന് ചെറുതാവും. ഓക്കെ, സോ ഇത് രണ്ട് വെട്ടിപ്പോയി. സോ എക്സ് ഈക്വൽ ടു 11 ഒരു പ്രാവശ്യം 88 8 പ്രാവശ്യം. സോ y/8. ഈ 8 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ 8x ഈക്വൽ ടു എന്താണ്? y. അപ്പൊ y ഈക്വൽ ടു 8x എന്ന് കിട്ടി. അപ്പൊ x + y എന്തായിരുന്നു? 9. അപ്പൊ y-യുടെ വില എന്താണെന്ന്? 8x. അപ്പൊ y-യുടെ സ്ഥലത്ത് നിങ്ങൾ 8x കൊടുക്കുക. അപ്പൊ x + 8x ഈക്വൽ ടു എന്താണ്? 9. അതായത് 9x ഈക്വൽ ടു എന്താണ്? 9. സോ x ഈക്വൽ ടു ഈ 9 അപ്പുറത്തേക്ക് കഴിയുമ്പോൾ 9/9 ഈക്വൽ ടു 1. ക്ലിയർ? അപ്പൊ എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വില എന്തായിരിക്കും? 8. സോ xy എന്ന് പറഞ്ഞ നമ്പർ എന്തായിരിക്കും? ഇപ്പൊ 18. ഈസി. അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ ഇനി 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എ ബാഗ് കണ്ടെയ്ൻ 24 balls ഔട്ട് ഓഫ് വിച്ച് eggs are white. If one ball is drawn at random, the probability of drawing a white ball is y. 12 more white balls are added to the bag. Now if a ball is drawn from the bag, the probability of drawing the white ball is 5/3y. Find the values of x. ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് മക്കളെ? ഒരു ബാഗിനകത്ത് 24 ബോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അതിനകത്ത് എത്ര ബോൾ ഉണ്ട്? 24 ബോൾ ഉണ്ട്. എക്സ് ആർ വൈറ്റ്. അതിനകത്ത് എക്സ് എന്താണ്? വൈറ്റ് ആണ്. ഇഫ് 1 ball is drawn, നിങ്ങൾ അതിൽ നിന്ന് ഒരു ബോൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോബിലിറ്റി കിട്ടി. എന്ത്? ഡ്രോയിങ് എ വൈറ്റ് കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്ക് കിട്ടി. അത് y ആണ്. മനസ്സിലായോ? ക്ലിയർ? അതായത് വൈറ്റ് എക്സ് എണ്ണുണ്ട്. അപ്പൊ വൈറ്റിന്റെ പ്രോബിലിറ്റി ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയുണ്ട്? 24. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് മക്കളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വൈറ്റ് എക്സ് എണ്ണുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയുണ്ട്? 24. ഇതാണ് പ്രോബിലിറ്റി, വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അത് y ആണ്. ഓക്കെ, ക്ലിയർ? ഇനി 12 more white balls are added to the bag എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 12 എണ്ണം കൂടി. കണ്ടോ? 12 എണ്ണം കൂടി. അപ്പോ x + 12 വൈറ്റ് ബോൾ 12 എണ്ണം കൂടി. അപ്പൊ 12 ബോൾ ടോട്ടലും കൂടിയില്ലേ? 24 + 12 എന്ന് പറയുമ്പോൾ x + 12 ഡിവൈഡ് ബൈ 36 ആയി ഇപ്പോഴത്തെ പ്രോബിലിറ്റി. ഓക്കെ, അത് അവർ തന്നിട്ടുണ്ട്. അങ്ങനെ 12 ബോൾ ആഡ് ചെയ്തതിനു ശേഷമുള്ള വൈറ്റ് ബോൾ എടുക്കുമ്പോൾ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 5/3y. 5/3y എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് y എന്താണ്? x/24. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ വൈയുടെ പ്ലേസിൽ കൊടുക്കണം. ക്ലിയർ? സാർ ഒന്നുകൂടി എടുത്ത് എഴുതിയാണ്. അതായത് x + 12 ഡിവൈഡ് ബൈ 36 is equal to 5/3y. ഓക്കെ, അപ്പൊ y എന്താണ് നമ്മളോട് കണ്ടാണ് മക്കളെ. എന്താണ് y എന്ന് പറഞ്ഞാൽ? y എന്ന് പറഞ്ഞാൽ x/4. y is equal to x/4 ആണ്. അപ്പൊ ഈ വൈയുടെ പ്ലേസിൽ നിങ്ങൾ ഇത് കൊടുക്കണം.
സോ എക്സ് പ്ലസ് 12 ഡിവൈഡ് ബൈ 36 ഇസ് ഈക്വൽ ടു 5/3 ഇൻറ്റു എക്സ് ബൈ ദിസ് ഇസ് 24 നോക്കാം 24. അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഡിനോമിനേറ്റർ ഒരേപോലെ വന്നാൽ വെട്ടിക്കളയാൻ പറ്റും. അപ്പൊ ഈ 36 ഒന്ന് ചെറുതാക്കിയിട്ട് 9 ഇൻറ്റു 4 9 36 24 ചെറുതാക്കിയാല് 8 ഇൻറ്റു 3 24. അപ്പൊ ഇവിടുത്തെ ഈ മൂന്നും കൂടി ഗുണിക്കുമ്പോൾ 9. ഈ 9 വെട്ടിപ്പോയി അല്ലെ. ഇവിടുത്തെ ഈ മൂന്ന് ഗുണിക്കുമ്പോൾ എത്ര വരും 9. അപ്പൊ ഈ 9 വെട്ടിപ്പോയി. പിന്നെ ഇവിടെ ഒരു 4 ഉണ്ട്. ഈ 8 വെട്ടുമ്പോൾ ഇവിടെ 2 കിട്ടും. ഓക്കെ. സോ ദിസ് ബിക്കം എക്സ് പ്ലസ് 12 ഇസ് ഈക്വൽ ടു 5x ഡിവൈഡ് ബൈ 2. ഈ 2 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ 2 പേരുണ്ട്, 2 പേരെ ഗുണിക്കണം. സോ 2x പ്ലസ് 24 ഇസ് ഈക്വൽ ടു 5x. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണേ 2x ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ മൈനസ് ആവും. ക്ലിയർ? സോ 24 ഇസ് ഈക്വൽ ടു 5x മൈനസ് 2x എന്ന് പറയുമ്പോൾ 3x. ഓക്കെ. അപ്പൊ നമുക്കിവിടെ ഒരു ഉത്തരം കിട്ടി 3x ഇസ് ഈക്വൽ ടു 24, x ഇസ് ഈക്വൽ ടു 24/3 ഈക്വൽ ടു 8. അപ്പൊ എക്സിന്റെ വില കാണാനാണ് മക്കളെ ചോദ്യം അല്ലേ? ചോദ്യം അതല്ലേ? നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് എന്ന് ചോദ്യം. അപ്പൊ എത്രയാണ്? 8 ആണ് അതിന്റെ ആൻസർ. ആൻസർ 8. ഓക്കെ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് ഞാൻ ചെയ്യുന്നില്ല മക്കളെ, കാരണം ഇത് ഒരുപാട് നിങ്ങൾ ചെയ്ത് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. റൂട്ട് 3, റൂട്ട് 5, റൂട്ട് 7 റാഷണൽ. ഇത് നമ്മുടെ പാർട്ട് 2, 3 നമ്മളത് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടുപഠിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. റൂട്ട് 15ാമത്തെ ക്വസ്റ്റ്യൻ. 15th question, alpha and beta are the zeros of the polynomial 3x square minus 5x minus 2. Then find the polynomial whose zeros are 1 by alpha square and 1 by beta square. ഇത് ചില കുട്ടികൾ പകുതി ചെയ്തിട്ടുണ്ടാവും, കാരണം ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ തന്നേക്കണം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് അത്ര എളുപ്പത്തിൽ മനസ്സിലായെന്ന് വരില്ല. നമുക്ക് നോക്കാം. 3x square minus 5x minus 2 ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തില് നമ്മൾ മില്ലിറ്റൻ സ്പ്ലിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ 3 ഇൻറ്റു -2 എത്ര കിട്ടും? -6 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടണം. അങ്ങനെ രണ്ട് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് -6ഉം 1ഉം ആണ്. രണ്ടും കൂടി ഗുണിക്കുമ്പോൾ -6, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് -6x + 1x, പിന്നെ ലാസ്റ്റ് എടുത്ത് എഴുതാം, ആദ്യത്തെയും എടുത്ത് എഴുതാം. ഓക്കെ. ഇതിന്ന് കോമൺ ആയിട്ട് രണ്ടുപേരിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് 3x പുറത്തേക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു x ബാക്കിയുണ്ട്, -2. അത് തന്നെ ഇവിടെ എക്സ് -2. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കുക കേട്ടോ. പ്ലസ് ഇവിടെ എന്താ 1 വരും. 1 ഇൻറ്റു എക്സ് 1, 1 ഇൻറ്റു -2 -2. ഇതിന് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് ഒരു ഫാക്ടർ ആണ്. സോ x -2 ഒരു ഫാക്ടർ ആണ്. ബ്രാക്കറ്റിന്റെ പുറത്ത് കിടക്കുന്നത് മറ്റൊരു ഫാക്ടർ ആണ്. അത് 3x + 1. ഓക്കെ. ഇതിന് നമുക്ക് സീറോസ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. x -2ഉം 3x + 1. അപ്പോ x -2 ഇസ് ഈക്വൽ ടു 0 എന്ന് എടുത്താൽ x ഇസ് ഈക്വൽ ടു -2 അപ്പുറത്തേക്ക് പോകും. അപ്പൊ എന്താവും? +2. ഓക്കെ. അടുത്തത് എന്തായിരുന്നു? 3x + 1. 3x + 1 ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പൊ 3x ഇസ് ഈക്വൽ ടു +1 അപ്പുറത്ത് -1 ആവും. x ഇസ് ഈക്വൽ ടു 3 അപ്പുറത്തേക്ക് -1/3. ഓക്കെ. അപ്പൊ x ഇസ് ഈക്വൽ ടു -1/3, x ഇസ് ഈക്വൽ ടു 2. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതിനെ നിങ്ങൾ ആൽഫ എന്ന് എടുക്കുക, ഇതിനെന്താണ് ബീറ്റ എന്ന് എടുക്കുക. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഈ 1/α² 1/β² സീറോസ് ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കും. 1/α² എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൽഫ രണ്ടായിട്ട് എടുത്തല്ലേ, 1/2² എന്ന് പറഞ്ഞാൽ 1/4. ഒരു 0 1/4 ആണ്. ഇനി 1/β² എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ -1/3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ -1 സ്ക്വയർ 1, 3 സ്ക്വയർ 9. 1 ഇത് തിരിച്ചിട്ട് ഗുണിക്കുക. സോ ദിസ് ബിക്കം 9. ക്ലിയർ? അപ്പൊ ഒരു 0 1/4ഉം ഒരു 0 എന്താണ് 9ഉം ആണെന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇത് രണ്ടും വരുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പുതിയൊരു പോളിനോമിയൽ ഉണ്ടാക്കുക. അപ്പൊ ഒരു 0 1/4, ഒരു 0 എന്താണ് 9. ഓക്കെ. അപ്പൊ നമുക്കറിയാം ജനറൽ ഇക്വേഷൻ x² മൈനസ് എന്താണ് സം ഓഫ് 0 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് 0. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ സം ഓഫ് 0 നമുക്ക് 1/4ഉം 9ഉം കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. x² മൈനസ് 1/4 പ്ലസ് 9 ഇൻറ്റു എക്സ് പ്ലസ് എന്താണ് 1/4 ഇൻറ്റു 9. ക്ലിയർ? സോ ദിസ് ഈസ് x² മൈനസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 9 36 37 37/4x പ്ലസ് 1 × 9 9/4 സീക്വൽ ടു 0. ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 4 കോമൺ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 4 കൊണ്ട് ഹരിക്കുക, 4 കൊണ്ട് ഇവിടെ ഗുണിക്കുക. സോ ദിസ് ബിക്കം 4x² മൈനസ് 37x പ്ലസ് 9 = 0. ഇങ്ങനെ എഴുതാം. താഴെയുള്ള 4 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 0 ആയി പോകും. ഓക്കെ. യെസ്.
അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ഗ്രാഫിക്കലി വെദർ ദ പെയർ ഓഫ് ഇക്വേഷൻസ് എക്സ് പ്ലസ് ത്രീ വൈ ഇസിക്കൽ ടു 6 ആൻഡ് 2x മൈനസ് 3y ടോൾ ഈസ് കൺസിസ്റ്റന്റ്. ഇഫ് സോ സോൾവ് ദം ഗ്രാഫിക്കലി ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് വൈ ആക്സിസ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആണ് ഇവിടം വരെ. ബട്ട് ആ ലാസ്റ്റ് പോർഷൻ മാത്രം ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ വന്നേക്കണം. ഇതിനകത്ത് നിങ്ങളോട് എക്സ്ട്രാ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഐ തിങ്ക് എക്സാമ്പിൾ 2 ആണെന്ന് തോന്നുന്നു, അത് വളരെ ഭംഗിയായിട്ട് ഗ്രാഫിക്കലി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് പരിശോധിച്ചതിന് ശേഷം ഗ്രാഫ് നിങ്ങൾ അവിടെ നോക്കി എന്ത് ചെയ്യുക, വരയ്ക്കാം. ഓക്കെ, അത് സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോക്കുക. ഞാൻ എന്റെ ക്ലാസ്സുകളിലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 6,0 ആയിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0,2ഉം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് 0,-4 ആയിരിക്കും. ഇത്രയും സാറ് നിങ്ങളോട് പറയുന്നുള്ളൂ. ഈ ഗ്രാഫ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല, നോക്കി മനസ്സിലാക്കുക. ഇനി ഇത് രണ്ടാമത്തെ ചോദ്യമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഒറിജിനൽ ആണല്ലോ, ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ. നിങ്ങൾ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണിത്. അത് 6 യൂണിറ്റ് ഉണ്ട്. അതാണ് ഇവിടെ 6 വന്നേക്കുന്നത്, കണ്ടോ. അപ്പൊ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 6. ഓക്കെ, ഇനി ഇതിന്റെ മുകളിലേക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? ഇവിടെ 2 കാണിച്ചോ. മുകളിലേക്ക് 2 എണ്ണം, താഴേക്ക് -4 എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഇതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് ബേസ് എന്ന് പറഞ്ഞാൽ അതും 6 ആണ്. അപ്പൊ നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. ഓക്കെ, അതായത് ഹാഫ് ഇൻറ്റു ബേസ് 6 ഹൈറ്റ് 6. ഇതിനകത്ത് ഏതെങ്കിലും ഒരു 6നെ വെച്ച് വെട്ടാ. അപ്പൊ 3 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ മക്കളെ? ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ചാപ്റ്റർ 1ലെ 2ലെ വീഡിയോസ് എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.